വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 49 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഓർമ്മിക്കുക, ഈശോ യുവാക്കൾക്കെന്നും മാതൃകയാണ്. കാരണം ഈശോ മൗലികവും ഉത്തേജകവുമായ യുവത്വത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുകയും അതിനെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. തന്റെ 30-ാമത്തെ വയസ്സിൽ ഓജസ് നിറഞ്ഞ നവയൗവനത്തിൽ ഈശോ അവിടുത്തെ ദൗത്യം ആരംഭിച്ചു. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനത്തിന് വലിയൊരു പ്രകാശമായിരുന്നു ഈശോ. അവിടുത്തെ യൗവനത്തിന്റെ ഓരോ നിമിഷവും അനേകർക്ക് പ്രകാശം നൽകുന്നതായിരുന്നു. മാതാപിതാക്കൾക്ക് വിധേയനായ ഈശോ ജോർദാൻ നദിയിൽ സ്നാപകനിൽ നിന്നും സ്നാനം സ്വീകരിച്ചു. പ്രഘോഷണത്തിനിറങ്ങുന്ന ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. മഹത്തായ ഒരു ദൗത്യത്തിലേക്കുള്ള ഈശോയുടെ ചുവടുവയ്പ്പിന് മുൻപുള്ള ഒരു പ്രതിഷ്ഠാപനമാണ് അവിടുത്തെ ജ്ഞാനസ്നാനം. ഈശോ അവിടുത്തെ പുത്രനാകുന്നുവെന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന നിമിഷമാണത്. വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങൾക്കായി ഇറങ്ങിപ്പുറപ്പെടുന്ന എല്ലാ യുവജനങ്ങളെയും നോക്കി പിതാവായ ദൈവം ഇപ്രകാരം പറയട്ടെ എന്ന് ഇത്തരുണത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഈശോയുടെ യൗവന ജീവിതം ഇന്നിന്റെ യുവതലമുറയ്ക്ക് വലിയൊരു മാതൃകയും പ്രചോദനവുമാണ്. സ്വജീവിതത്തിന്റെ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ ഉദ്യമിക്കുന്ന യുവജനം പിതാവുമായുള്ള ബന്ധത്തിലും കുടുംബവുമായുള്ള ബന്ധത്തിലും സമൂഹവുമായുള്ള ബന്ധത്തിലും വളർന്നു വരണം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് തങ്ങൾ നയിക്കപ്പെടുമെന്നുള്ള ഉത്തമ ബോധ്യം യുവജനത്തിന് ഉണ്ടാകണം. ഇത്തരത്തിൽ ഒരു വളർച്ചയ്ക്കുതകുന്ന തരത്തിലുള്ള അജപാലന പദ്ധതികളാണ് സഭ യുവാക്കൾക്കായി ഒരുക്കേണ്ടതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ദൈവപുത്രനായ ഈശോ പോലും തന്റെ യുവത്വത്തിൽ സഹനത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നുപോയി. പിതാവിന്റെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിച്ചതുപോൽ എല്ലാവർക്കും ആ മാതൃക പിൻചെല്ലുവാൻ വേണ്ട കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ നിനക്കായി പോയിടാം, ലോകത്തിൻ അതിർത്തികൾ താണ്ടിടാം, സുവിശേഷമെങ്ങും പ്രഘോഷിക്കാം, നീ എന്നെ അയച്ചാലും നാഥ. ഞാൻ നിനക്കായി പോയിടാം, ലോകത്തിൻ അതിർത്തികൾ താണ്ടിടാം, സുവിശേഷമെങ്ങും പ്രഘോഷിക്കാം, നീ എന്നെ അയച്ചാലും നാഥ. സാമുവേലിനെപ്പോലെ ഞാൻ നിൻ വിളി കേട്ടുണർന്നിടുമ്പോൾ, സാമുവേലിനെപ്പോലെ ഞാൻ നിൻ വിളി കേട്ടുണർന്നിടുമ്പോൾ, സദ്വചനങ്ങൾ ഉതിർത്തിടുവാൻ നിന്നാവു പോലാകാം. ഇന്നാവിനെ ശക്തീകരിച്ചിടൂ ദൈവമേ, സദ്വചനങ്ങൾ ഉതിർത്തിടുവാൻ നിന്നാവു പോലാകാം. ഇന്നാവിനെ ശക്തീകരിച്ചിടൂ ദൈവമേ. യേശയ്യ കണ്ടൊരാ ദർശനം,
എസക്കിയേൽ കണ്ടൊരാ ദർശനം, യെശയ്യാ കണ്ടൊരാ ദർശനം, എസക്കിയേൽ കണ്ടൊരാ ദർശനം, സ്വർഗീയ ദർശനം കാണുവാൻ എന്നക കണ്ണു തുറക്കണമേ. സ്വർഗീയ ദർശനം കാണുവാൻ എന്നക കണ്ണു തുറക്കണമേ. സ്വർഗീയ കാന്തനെ കാണുവാൻ ആത്മാവാൽ എന്നെ നയിക്കണമേ. സ്വർഗീയ കാന്തനെ കാണുവാൻ ആത്മാവാൽ എന്നെ നയിക്കണമേ. ബാലനാം സാമുവേലെ പോലെ ഞാൻ നിൻ വിളി കേട്ടുണർന്നിടുമ്പോൾ സദ്വചനങ്ങൾ ഉതിർത്തിടുവാൻ നിന്നാവു പോലാകാം. ഇന്നാവിനെ ശക്തീകരിച്ചിടൂ ദൈവമേ. ആത്മാവാൽ ഞാൻ നിറഞ്ഞിടട്ടെ, ആത്മീയ ഭാഷ ഉതിരട്ടെ. ആത്മാവാൽ ഞാൻ നിറഞ്ഞിടട്ടെ, ആത്മീയ ഭാഷ ഉതിരട്ടെ. ജെറമിയ ചൊന്ന വചനം പോൽ ഇന്നാവു നിന്നാവായി മാറട്ടെ. ജെറമിയ ചൊന്ന വചനം പോൽ ഇന്നാവു നിന്നാവായി മാറട്ടെ. സുവിശേഷമെങ്ങും ഘോഷിക്കാൻ ഇന്നാവു നിന്നാവായി മാറട്ടെ. സുവിശേഷമെങ്ങും ഘോഷിക്കാൻ ഇന്നാവു നിന്നാവായി മാറട്ടെ. ഞാൻ നിനക്കായി പോയിടാം, ലോകത്തിനതിർത്തികൾ താണ്ടിടാം. സുവിശേഷമെങ്ങും പ്രഘോഷിക്കാം, നീ എന്നെ അയച്ചാലും നാഥ. ബാലനാം സാമുവേലെ പോലെ ഞാൻ നിൻ വിളി കേട്ടുണർന്നിടുമ്പോൾ, ബാലനാം സാമുവേലെ പോലെ ഞാൻ നിൻ വിളി കേട്ടുണർന്നിടുമ്പോൾ സദ്വചനങ്ങൾ ഉതിർത്തിടുവാൻ നിന്നാവു പോലാകാം. ഇന്നാവിനെ ശക്തീകരിച്ചിടൂ ദൈവമേ. സദ്വചനങ്ങൾ